ബോസ് മലയാളം സീസൺ 6 ആദ്യവാരം ഹൗസിൽ നിന്നും പുറത്താക്കപ്പെട്ട മത്സരാർത്ഥിയാണ് രതീഷ്. അദ്ദേഹം ഇപ്പോൾ അതിഥിയായി എത്തിയിരിക്കുകയാണ്. ആരുടെയെങ്കിലും തോളിൽ ചാരി കരയാനോ സ്വന്തം വിഷമങ്ങൾ പറയാനോ താല്പര്യമുള്ളവർക്ക് ഇനി മുതൽ രതീഷിന്റെ സഹായം തേടാമെന്നാണ് മോഹൻലാൽ പറയുന്നത്. കുറച്ചു ദിവസം രതീഷ് വീട്ടിലുണ്ടാകുമെന്നാണ് താരം അറിയിച്ചത്. അതിനുശേഷം അർജുനോടാണ് മോഹൻലാൽ സംസാരിച്ചത്. അർജുന് ആരുടെയെങ്കിലും തോളിൽ ചാരി കരയാൻ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്നും തനിക്ക് തന്നെ തോളിൽ ചായാനാണ് ഇഷ്ടമെന്നുമാണ് അർജുൻ പറഞ്ഞത്. മറുപടി കേട്ട ശേഷം ക്യാപ്റ്റൻ ശ്രീധുവിനെ കൊണ്ട് സ്റ്റോർ റൂമിൽ വന്നിട്ടുള്ള ഒരു സാധനമെടുത്ത് അർജുന് സമ്മാനിക്കാൻ മോഹൻലാൽ പറഞ്ഞു. ആരുടെ ചുണ്ടുകൾ പതിഞ്ഞ ഒരു വെളുത്ത തൂവാല. കീപ് സ്മൈലിംഗ് എന്ന് ചുവന്ന നിറത്തിൽ എഴുതിയിട്ടുണ്ട്. ഇത് ആര് അയച്ചതാണെന്ന് അർജുൻ ചോദിച്ചപ്പോൾ ഒരു പെൺകുട്ടി അയച്ചതാണെന്നായിരുന്നു മോഹൻലാലിന്റെ മറുപടി. ഇപ്പോഴിതാ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അർജുനും ശ്രീധുവും തമ്മിൽ നടന്നൊരു സംഭാഷണമാണ് ശ്രദ്ധ നേടുന്നത്. ഹൗസിൽ അർജുന് ഏറ്റവും അടുപ്പം ശ്രീധുവിനോടാണ്. പലപ്പോഴും അർജുൻ ശ്രീധുവിനോട് ഇൻഡയറക്റ്റായി പ്രണയം പറയുന്നതായി തോന്നിയിട്ടുണ്ടെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. അഭിനയം 50 ദിവസമായി. ഇപ്പോഴും എങ്ങനെയാണ് അർജുനെ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്? വേറെ ആർക്കും മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ദൈവമേ, ഇവൻ അഭിനയിക്കുകയാണ്. നിനക്ക് ടവലിൽ കിട്ടിയത് ഉമ്മയൊന്നുമല്ല, സീലാണ്. ചുണ്ടുവെച്ച് ചുംബിച്ചതായിരുന്നെങ്കിലെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെന്നറിയാം. കർച്ചീഫാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. നിനക്ക് പുതിയ ആളെ കിട്ടിയെന്ന് എനിക്കറിയാം. കിട്ടട്ടെ, സന്തോഷമായിരിക്കൂ എന്നാണ് ശ്രീധു അർജുനോട് പറഞ്ഞത്. ശ്രീധുവിന്റെ സരസമായ സംഭാഷണം കേട്ട് അർജുൻ ചിരിക്കുന്നതും വീഡിയോയിൽ കാണാം. ഹൗസിലെ സേഫ് ഗെയിമറുടെ ലിസ്റ്റാണ് അർജുനെ പ്രേക്ഷകർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാര്യമായ പ്രകടനമൊന്നും ഇതുവരെയും അർജുന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഹൗസിലുള്ളവർ പലപ്പോഴും അർജുനെ മറന്നു പോകുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം നോമിനേഷനിൽ പോലും വളരെ വിരളമായാണ് അർജുൻ വരാറുള്ളത്. അർജുൻ ഇപ്പോഴും ഹൗസിൽ തുടരുന്നുവെന്നത് പ്രേക്ഷകരിൽ ഭൂരിഭാഗവും അത്ഭുതത്തോടെയാണ് കാണുന്നത്. ശ്രീധുവിന്റെയും സമാനമായ അവസ്ഥയാണ്. ക്യാപ്റ്റനായ ശേഷമാണ് ശ്രീധുവും ഹൗസിലുണ്ടെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കിയത്. ക്യൂട്ട്നെസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ശ്രീധുവിന് വോട്ട് കിട്ടുന്നതെന്ന അഭിപ്രായവും പ്രേക്ഷകരിൽ ഒരു വിഭാഗത്തിനുണ്ട്. അതല്ല, പുതിയൊരു കോംബോ ഉണ്ടായാലോ എന്ന ബിഗ് ബോസിന്റെ പ്രതീക്ഷയുമാകാം ഇവരെ പുറത്താക്കാതെ ഇങ്ങനെ സേഫ് ആക്കുന്നത്.